ഒരു ബോർഡ് കണ്ടായിരുന്നു, വയോജനയാത്ര. വയോജനങ്ങൾക്ക് ഒരു ഉല്ലാസയാത്ര കഴിഞ്ഞ വർഷം പിന്നെ പഞ്ചായത്ത് തുടങ്ങിയിരുന്നു. കഴിഞ്ഞ വർഷം അതേപോലെ തന്നെ അതിൽ പങ്കെടുത്തവരുടെ അപൂർവമായ എല്ലാവർക്കും നമസ്കാരം, ആ അനുഭവം ഒരിക്കൽ ഈ വർഷം അതേപോലെ പദ്ധതി വെക്കാനുണ്ടായിരുന്നു. സർക്കിട്ട് എന്നായിരുന്നു കഴിഞ്ഞ വർഷത്തെ പേര്. ഈ പ്രാവശ്യം അതിന് സർക്കിട്ട് 2.0 എന്ന പേരാണ്. ഇതിൽ എത്ര വയസ്സ് മുതലുള്ള? 60 വയസ്സ് മുതലുള്ളവരാണ്. വയോജനങ്ങൾ എന്ന് പറഞ്ഞാൽ 60 വയസ്സ് മുതലുള്ളവരാണ്. അപ്പൊ അവരുടെ ഏത് പഞ്ചായത്തിൽ നിന്നാണ് വരുന്നത്? ഗ്രാമപഞ്ചായത്ത്, മലപ്പുറം ജില്ല. ചേട്ടന്റെ പേരെന്താണ്? എൻ്റെ പേര് KK മുഹമ്മദ്. പ്രസിഡന്റ് ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇതാണ് സുഹൃത്തുക്കളെ പരിപാടി. ഇങ്ങനത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യല്ലേ? തീർച്ചയായിട്ടും ഇത്തരം പരിപാടികൾ വേണം. ഇതിൽ പിന്നെ പലരും പിന്നെ ഇതേപോലെ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. വീട്ടിലെ ഈ വയോജനങ്ങൾ ഒറ്റപ്പെട്ട മക്കളൊന്നും പുറത്തായിരിക്കും, ജോലിക്ക് പോയതായിരിക്കും. അവരൊന്നും ഇത്തരം പരിപാടികളിലേക്ക് ഔട്ടിങ്ങിന് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയാണ് പഞ്ചായത്ത് പദ്ധതി വെച്ചത്. അവരും അടിച്ചു പൊളിക്കട്ടല്ലേ? വലിയ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. അകലാപ്പുഴയിൽ പിന്നെ ബോട്ടിംഗ് ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ കാപ്പാട് ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണല്ലോ. ഇവിടെ നിന്ന് പിന്നെ കാപ്പാട് ബീച്ചൊക്കെ സന്ദർശിച്ച് ഒരു സാംസ്കാരിക പരിപാടിയൊക്കെ ഉണ്ട്. ഇത് പലരും പാടുന്നവരാണ്. ചെറുപ്പകാലത്തുള്ള അവരുടെ കുട്ടിക്കാലത്തുള്ള പാട്ടുകളൊക്കെ അയവിറക്കി കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയ ആവേശം ഉണ്ടായി എന്നതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെയധികം. കാപ്പാട് മുന്നേ വന്നായിരുന്നോ? കാപ്പാട് മുന്നേ വന്നിട്ടുണ്ടല്ലേ? കൂടുതൽ സന്തോഷിക്കുമ്പോൾ ഒരു എല്ലാരും കൂടി വന്നപ്പോ എന്ത് തോന്നുന്നു? നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട്. എങ്ങനെയുണ്ട് കാപ്പാട് ബീച്ചൊക്കെ? ഉഷാറാണ്. അടിച്ചു പൊളിച്ചു, എല്ലാവരും അടിച്ചു പൊളിച്ച്. ഇനിയിപ്പോൾ എങ്ങോട്ടാ യാത്ര? നാട്ടിലേക്ക് തന്നെ? നാട്ടിലേക്ക് തന്നെ. എപ്പോൾ ഇറങ്ങി അവിടുന്ന് വീട്ടിൽ നിന്ന്? 9:55. എല്ലാവരും മുഖത്ത് നല്ല സന്തോഷം. സന്തോഷമായില്ലേ എല്ലാവർക്കും? നിങ്ങളൊക്കെ 60 വയസ്സിന് മുകളിലേക്കാ? 78. ഇന്നോട്ടിപ്പോ അടിച്ചു പൊളിക്കാണ് ചെറുപ്പക്കാരന്മാര് അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയല്ലേ? ഈ ഡാൻസ് പരിപാടികൾ എന്താ ഉണ്ട് അവിടെ? ഗാനം. എങ്ങനെയുണ്ട് പരിപാടി? എത്ര പേരുണ്ട് ടോട്ടൽ ഇപ്പം? എത്ര ബസ്സിലാ വന്നത്? 6 ബസ്സല്ലേ? അടിച്ചു പൊളിച്ചോ? അല്ലേ? കാപ്പാട് എല്ലാം ഓക്കെ ഓക്കെ സാറേ ശരി. എങ്ങനെയുണ്ട് വന്നിട്ട്? സാറേ അടിച്ചു പൊളിച്ചോ? എപ്പോഴാ പോകുന്നത്? തിരിച്ചു പോകുന്നേ 7 മണിയാവും അല്ലേ? ഓക്കെ. യാത്രയൊക്കെ കുഴപ്പമില്ല. കാപ്പാട് ബീച്ച് കണ്ടിട്ട് അടിച്ചു പൊളിച്ചോ? സ്ത്രീകൾക്കുള്ള സൗകര്യം ഇല്ലല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് നിങ്ങളെ യാത്രയൊക്കെ? എത്ര പേരുണ്ട് നിങ്ങൾ ടോട്ടല്? കൂടെ പോന്നാലോ? മൊത്തത്തിൽ എത്ര പേരുണ്ട്? ബസ്സിൽ നമ്മള് 185 285. ഇത്താത്തൊക്കെ എത്ര വയസ്സായി? 60 വയസ്സ് കഴിഞ്ഞ ഒരു എന്റർടൈൻമെന്റ് സ്ഥലം ഇതിപ്പോ ഇങ്ങനത്തെ ഒരു യാത്ര. കുറെ പേരായിട്ട് പരിചയമൊക്കെ ആയോ?
ഞങ്ങളൊക്കെ പരിചയക്കാരാണ് ബസ്സിൽ നിന്ന് പരിചയപ്പെട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചോ? കഴിച്ചു പരിചയപ്പെട്ട് പാട്ടൊക്കെ പാടില്ല. പാട്ടൊക്കെ പാടി അധികം ആൾക്കാർ പാട്ടൊക്കെ പാടി. പാടി. ഓക്കെ. നിങ്ങൾ ഇവിടെ ഉണ്ടാവില്ല? ഞങ്ങൾ കൂടെ പോന്നാ അല്ലല്ല പുറത്തുള്ള സാറല്ലേ? സാറാ അടിച്ചു പൊളിച്ചോ? പുളിക്കൽ പഞ്ചായത്ത് ഉസാറായി, അടിപൊളിയല്ലേ? അടിപൊളിയായി. ഒരു പോരായും പറയണ്ട, നാലണിതാൻ്റെ ഒരു പോരായുണ്ട്. എല്ലാവരും ഇത്ര ഉറപ്പ് വെക്കുകയാണ്. ഇനിയിപ്പോ പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ടാവുമോ? എന്താ അറിയില്ല, ഡാൻസോ പാട്ടൊക്കെ ഉണ്ടാവുക വെച്ചാ ഡാൻസോ പാട്ടൊക്കെ ഉണ്ടോ ചോടെ അറിയാം. അവിടുന്ന് കേൾക്കുന്നവരൊന്ന് പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി 2025-26 വയോജനങ്ങളുടെ ഉല്ലാസയാത്ര സർക്കിറ്റ് 2. ഇതിൻ്റെ മുന്നേ ഇവർ വന്നിരുന്നു. ഇതിപ്പം പുളിക്കൽ ടു അകാലപ്പുഴ. ഇപ്പം കാപ്പാട് ബീച്ചിലാണ് വണ്ടി ഉള്ളത്. ബസ് നമ്പർ 6. ഇതേമാതിരി കുറേ ബസ്സുകളുണ്ട്. ഒന്ന് ബസ് നമ്പർ 4. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ പേജ് ലൈക്ക് ചെയ്യണേ, ഫോളോ ചെയ്യണേ.